അസ്സലാമു അലൈക്കും അയ്യുഹത്തുല്ലാബ് മർഹബൻ ബിക്കും ഇലാ സൊഫി സാലിസ്. പ്രിയ കുട്ടികളെ, 3ാം ക്ലാസ്സിലെ 5ാമത്തെ യൂണിറ്റിലെ 3ാമത്തെ ചാപ്റ്ററായ അന്നവാഫത്തു സിഹത്തുൻ എന്ന ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അന്നവാഫത്തു വൃത്തി എന്നത്, സിഹത്തുൻ ആരോഗ്യമാണ്. ഈ പിക്ചറിൽ മാതാ തറൗന നിങ്ങൾ എന്താണ് കാണുന്നത്? അസ്സൊഫു ക്ലാസ്സിനെ കാണാം. ഒയ്റു മുറത്തബിൻ ക്രമമില്ലാതെ പലതും. ഔറാക്കുകളൊക്കെ മുത്തനാസിറത്തുൻ ചിന്ന ഭിന്നമായി വലിച്ചെറിഞ്ഞതായിട്ട് കാണാം. അതുപോലെ തന്നെ എന്താണ് കാണുന്നത്? മക്കാഇദ് വ മക്കാത്തിബ് ഒയ്റ മുറത്തബത്തിൻ. ബെഞ്ചും ഡെസ്കൊന്നും ക്രമത്തിലല്ല ഇട്ടിരിക്കുന്നത്, വളരെ വിഷമത്തിലായിട്ടാണ് മുദരിസിനെ കാണുന്നത്. നമുക്ക് വായിച്ചു നോക്കാം. യദ്ഖുലുൽ മുദരിസു അധ്യാപകൻ പ്രവേശിക്കുന്നു. അസ്സൊഫ ക്ലാസ്സിൽ പ്രവേശിക്കുന്നു. അൽ മക്കാഇദു ബെഞ്ചുകളും വൽ മക്കാത്തിബു ഡെസ്കുകളും ഒയ്റു മുറത്തബത്തിൻ ക്രമമില്ലാതെ ഇട്ടിരിക്കുന്നു. അൽ ഔറാഖു പേപ്പറുകള് മുത്തനാസിറത്തുൻ വലിച്ചെറിഞ്ഞതായിട്ടും കാണുകയാണ്. പലയിടത്തും പേപ്പറൊക്കെ ഇട്ടിരിക്കുന്നത് കാണുന്നു. അൽ മുദരിസു അധ്യാപകൻ പറയുകയാണ്, യാബ്ന ഈ എൻ്റെ മക്കളെ, അസ്സൊഫു ക്ലാസ് ഒയ്റു മുറത്തബിൻ ഒരു ക്രമവുമില്ലാതെ ഡിസോർഡർ ആയിട്ടാണ് ക്ലാസ് കാണുന്നത്. അദ്ദാരിസൂൻ കുട്ടികൾ പറയുകയാണ്, നെഹ്നു ആസിഫൂൻ സാർ ഞങ്ങളോട് ക്ഷമിക്കണം. സനുറത്തിബു ഞങ്ങൾ ക്രമപ്പെടുത്താം. വനുനളിഫു ക്ലീൻ ചെയ്യാം, ഞങ്ങൾ ക്ലീൻ ചെയ്യുകയും ചെയ്യാം. ബിസുർഅത്തിൻ വേഗത്തിൽ തന്നെ ക്ലീൻ ചെയ്യാം. മുദരിസ് അത് കേട്ടപ്പോൾ തൊയ്യിബ് ഗുഡ് നല്ലത് എന്ന് പറയുകയാണ്. ബഅദത്തൻ ലീഫി വൃത്തിയാക്കലിന് ശേഷം യഅരിളുൽ മുദരിസു അധ്യാപകൻ പ്രദർശിപ്പിക്കുന്നു അലശാശത്തി സ്ക്രീനിൽ ബഅൽ ഇർഷാദാത്തി ഏതാനും നിർദ്ദേശങ്ങൾ. നഖ്റഉ നമുക്ക് വായിക്കാം, വനഫ്ഹമു നമുക്ക് മനസ്സിലാക്കാം. നുനളിഫു സൊഫ കുല്ല യൗമിൻ എല്ലാ ദിവസവും സൊഫ് എന്ത് ചെയ്യണം? നുനളിഫു ഞങ്ങൾ വൃത്തിയാക്കും. നുറത്തിബു ഞങ്ങൾ ഓർഡറായിടും, ക്രമപ്പെടുത്തും. അൽ മക്കാഇദ ബെഞ്ചുകളെയും വൽ മക്കാത്തിബ ഡെസ്കുകളെയും ഓർഡറിലിടും. നുൽക്കി ഞങ്ങൾ എറിയും. അൽ ഫളലാത്തി വേസ്റ്റുകളെ. ഫീസല്ലത്തിൽ മുഹ്മലാത്ത് വേസ്റ്റ് ബാസ്കറ്റിൽ ഞങ്ങൾ വേസ്റ്റുകളെ ഇടും. നുസല്ലിമു ഞങ്ങൾ സലാം പറയും. ഇന്ദ ദുഖൂലി പ്രവേശിക്കുന്ന സമയത്ത്, ക്ലാസ്സിൽ പ്രവേശിക്കുന്ന സമയത്ത് ഞങ്ങൾ സലാം പറയും. നെഹ്തരിമുൽ ജമീഅ ഞങ്ങൾ എല്ലാവരെയും നെഹ്തരിമു ബഹുമാനിക്കും. ഇങ്ങനെ നല്ല നിർദ്ദേശങ്ങൾ അധ്യാപകൻ സ്ക്രീനിൽ എഴുതിയത് കാണിക്കുകയാണ്. അദ്ദാരിസൂന വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ലാഹിഹാത്ത് പോസ്റ്ററുകൾ. എന്തൊക്കെയാണ് അതിലുള്ളത്? അന്നവാഫത്തു വൃത്തി, സിഹത്തുൻ ആരോഗ്യമാണ്, വജമാലുൻ ഭംഗിയാണ്. വൃത്തി ഭംഗിയും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു. അന്നവാഫത്തു വൃത്തി മിനൽ ഇഹ്സാൻ നന്മയിൽപ്പെട്ടതാണ്. ഉഹാഫിളു ഞാൻ കാത്തു സൂക്ഷിക്കും. അലാ നളാഫത്തിൽ ബൈത്തി വീടിനെ വൃത്തിയിൽ സൂക്ഷിക്കും. ഉഹാഫിളു അലാ നളാഫത്തിൽ മദ്രസ സ്കൂളിനെ ഞാൻ വൃത്തിയായി സൂക്ഷിക്കും. ഉഹാഫിളു അലാ നളാഫത്തി ത്വരീഖ് വഴിയെ ഞാൻ വൃത്തിയായി സൂക്ഷിക്കും. ലാ ജമാല ഭംഗിയില്ല, മിൻ ദൂനിൻ നളാഫ വൃത്തിയില്ലാതെ ഭംഗിയുണ്ടാവുകയില്ല. നളഉ നമുക്ക് വെക്കാം. അലാമാത്ത അടയാളത്തെ ശരിയായ അടയാളം വെക്കണം. ലിൽ ആദാത്തിൽ ജയ്യിദ നല്ല ശീലത്തിന്റെ നേരെ ശരി അടയാളപ്പെടുത്തണം. വ അലാമാത്തി തെറ്റിടണം. ലിൽ ആദാത്തി സയ്യത്ത് മോശമായ ആദാത്ത് പതിവുകൾക്ക് നേരെ തെറ്റും കൊടുക്കണം. ശരിയായതിന് ശരിയും ചേർത്ത് കൊടുക്കണം. ഫസ്റ്റ് സെന്റൻസ് നോക്കൂ. യകൂമുൽ വലതു കുട്ടി എഴുന്നേൽക്കുന്നു. മിനന്നൗമി മുബക്കിറൻ ഉറക്കത്തിൽ നിന്നും നേരത്തെ എഴുന്നേൽക്കുന്നു. ഇത് നല്ല ശീലമാണ്, അതുകൊണ്ട് അതിന് നേരെ ടിക്ക് മാർക്ക് ശരിയിടുക. രണ്ടാമത്തേത് നോക്കൂ. യർമിൽ വലതു കുട്ടി എറിയുന്നു. അൽ ഔറാക്ക പേപ്പറുകള് ഫിസൊഫി ക്ലാസ്സിൽ വലിച്ചെറിയുന്നു. അത് മോശമായ ശീലമാണ്, അതിന് തെറ്റിടുക.
യുറത്തിബുൽ വലതു കുട്ടി ക്രമപ്പെടുത്തുന്നു, അൽ കുതുബ ബുക്കുകളെ ഓർഡറിൽ വെക്കുന്നു, അതിന് ശരി ഇട്ട് കൊടുക്കുക. തുനദ്ദിഫുൽ ബിൻതു കുട്ടി വൃത്തിയാക്കുന്നു, അൽ ഉർഫത റൂം ശരിയിടുക, നല്ല ശീലമാണ്. തഖ്റഉൽ ബിൻതു പെൺകുട്ടി വായിക്കുന്നു, അദ്ദർസ പാഠം നല്ല ശീലമാണ്, അതിന് ശരിയിടുക. തനാമുൽ ബിൻതു പെൺകുട്ടി ഉറങ്ങുന്നു, മുതഅഖിറത്തൻ വൈകിട്ടാണ് ഉറങ്ങുന്നത്, അതിന് തെറ്റിടുക, അത് നല്ല ശീലമല്ല. നുക്മിലു നമുക്ക് ഫില്ല് ചെയ്യാം, അൽ ജദ്വല ഈ പട്ടിക നമുക്ക് ഫില്ല് ചെയ്യാം. അൽ ആദാത്തുൽ ജയ്യിദ നല്ല ശീലങ്ങള് ആദാത്തുൽ ജയ്യിദയിലും, അൽ ആദാത്തു സയ്യിഅ മോശമായ ശീലങ്ങൾ ആദാത്തു സയ്യിഅത്തിലും എഴുതുക. ഉറത്തിബുൽ കുതുബ ബുക്ക് ഞാൻ ഓർഡറിൽ വെക്കും, പുസ്തകങ്ങൾ അടുക്കി വെക്കും, നല്ല ശീലമാണ്. അർമിൽ ഔറാഖ ഫി സൊഫി ക്ലാസ്സിൽ ഞാൻ പേപ്പേഴ്സ് എറിയും, അത് ആദാത്തു സയ്യിഅ മോശമായ ശീലത്തിൽ പെട്ടതാണ്. അടുത്തത് എന്തെഴുതാം? അഖൂമു മിനൻ നൗമി മുബക്കിറൻ ഞാൻ ഉറക്കത്തിൽ നിന്നും നേരത്തെ എഴുന്നേൽക്കും. ഇനി മോശമായ ശീലത്തിലെ അഖൂമു മിനൻ നൗമി മുതഅഖിറൻ വൈകിട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുക, അത് മോശമായ ശീലമാണ്. ഇനി നല്ല ശീലത്തിലെ ഉനദ്ദിഫുൽ ഉർഫത റൂം ഞാൻ വൃത്തിയാക്കും. മോശമായ ശീലത്തിലെ അർമിൽ ഫളലാത്തി ഫിൽ ഉർഫത്തി റൂമിൽ ഞാൻ വേസ്റ്റുകൾ വലിച്ചെറിയും, അത് മോശമായ ശീലമാണ്. ഉനദ്ദിഫുൽ അസ്നാന പല്ലുകളെ ഞാൻ വൃത്തിയാക്കും. അജിഉ ഞാൻ വരും, ഫിൽ മദ്രസത്തി സ്കൂളിൽ മുതഅഖിറൻ വൈകിട്ടാണ് വരിക, മോശമായ ശീലമാണ്. അസ്തഹിമ്മു കുല്ല യൗമിൻ എല്ലാ ദിവസവും ഞാൻ കുളിക്കും. ലം അസ്തഹിമ്മ കുല്ല യൗമിൻ എല്ലാ ദിവസവും ഞാൻ കുളിക്കാറില്ല. ഉസല്ലി കുല്ല യൗമിൻ എല്ലാ ദിവസവും ഞാൻ നമസ്കരിക്കും, മോശമായ ശീലത്തിൽ പെട്ടതാണ്. ല ഉസല്ലി കുല്ല യൗമിൻ എല്ലാ ദിവസവും ഞാൻ നമസ്കരിക്കുകയില്ല. അങ്ങനെ വേറെയും നല്ലതും മോശവുമായ ശീലങ്ങൾ കണ്ടെത്തി നിങ്ങൾ എഴുതി നോക്കണം. നഖ്റഉ നമുക്ക് വായിക്കാം, വനക്തുബു നമുക്ക് എഴുതുകയും ചെയ്യാം, ബിൽ ഖത്തിൽ ജമീൽ നല്ല ഭംഗിയുള്ള എഴുത്തെഴുതാം. മുദരിസുൻ കരീമുൻ മാന്യനായ അധ്യാപകൻ, നഹ്തരിമുൽ ജമീഅ മുഴുവൻ പേരെയും ഞങ്ങൾ ആദരിക്കും. അതേപോലെ നിങ്ങളും എഴുതി നോക്കുക, ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾക്ക് നന്നാക്കാം. ഇതോടുകൂടി മൂന്നാമത്തെ ചാപ്റ്ററും അവസാനിച്ചിരിക്കുന്നു. ബാക്കി അസ്സഫുൽ ഖാദിം. അസ്സലാമ ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.